തിരുവനന്തപുരം ജില്ലയിലുള്ള ശിവപാർവതി ക്ഷേത്രമാണിത്. ഞങ്ങൾ ആഴിമല ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് തീരുമാനിക്കുന്ന ഈ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് കൂടി പോകാമെന്നും വിചാരിച്ചാണ് ഞങ്ങൾ അവിടെ നിന്നാണ് തിരിച്ച് ഞങ്ങൾ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നത്. ഇവിടെ ഇതുവഴി ഈ ഗേറ്റ് പുതിയതായിട്ട് പണി കഴിപ്പിച്ചതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇതുവഴി കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ശിവൻ്റെ ഒരു വലിയ ശിവലിംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കയറുന്ന മെയിൻ ആ ഗേറ്റിലൂടെ കയറുമ്പോൾ തന്നെ കാണാം ഈ ഒരു ശിവലിംഗം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതുവഴിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ അതുവഴി ആയിരിക്കും പ്രവേശനം. എന്തുവാണെന്ന് അറിയാൻ വയ്യ. അവിടെ എന്തൊക്കെയോ ഒരു പണി നടക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഇതുവഴിയാണ് കയറിയിട്ട് ഇതേപോലെയാണ് കാണുന്നത് അമ്പലം. എന്നിട്ട് അതുവഴി കയറിയാണ് ഫ്രണ്ടിലോട്ട് ചെന്നത്. വളരെ മനോഹരമായ ഞങ്ങൾ വൈകുന്നേരമായി ഈ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് വൈകുന്നേരമായി. കാരണം ഞങ്ങൾ ആഴിമല ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ വന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവിടെ വന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നെങ്കിലും അവിടുന്ന് ഒരു 13 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വന്നത്. അപ്പോഴത്തന്നെ സമയം ഒരു 5 മണിയൊക്കെ ആയായിരുന്നു. ആ ഒരു സമയമായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ആ മെയിൻ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഇതുവഴിയാണ് അമ്പലത്തിനുള്ളിലേക്ക് ഈ ശിവനും പാർവതിയും കൂടി ഇരിക്കുന്ന ആ ഒരു അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പം തന്നെ ഈ ഒരു ശിവലിംഗം കാണാം. ഈ ശിവലിംഗത്തിലേക്ക് ഹനുമാൻ സ്വാമി ഇതേപോലെ ഗദയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഇങ്ങനൊരു ഇതാണ് ആ ഒരു ശിവലിംഗത്തിൽ കാണുന്നത്. ഇത് വളരെ മനോഹരമായ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ അതിശയിക്കുന്ന ഇത്രയും വലിയൊരു ശിവലിംഗം നമ്മൾ കാണുമ്പോൾ തന്നെ അതിശയിക്കുന്ന നമ്മളെ കണ്ണിനൊക്കെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി. അമ്പലത്തിനകത്തേക്കല്ല, ഇതുവഴിയാണ് ഈ ഒരു ശിവലിംഗത്തിലേക്ക് പോകുന്ന ആ ഒരു വഴി. ഇതുവഴിയാണ് ഞങ്ങളങ്ങനെ അത് കാണാനായിട്ട് അവിടുന്ന് അങ്ങോട്ട് നടന്ന് നമ്മൾ ഇതുവഴി ഇങ്ങനെ വന്ന് ഈ ഒരു രീതിയിലാണ് നമ്മൾ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഈ ശിവലിംഗത്തിനടുത്തേക്ക് ചെല്ലാൻ സാധിക്കും. ഇത് അമ്പലമാണ്. ഈ അമ്പലത്തിനകത്താണ് ശിവപാർവതിയുടെ പ്രതിഷ്ഠയും പിന്നെ ദേവിയുടെ പ്രതിഷ്ഠയും ഒക്കെ ഉള്ളത്. ഈ ശിവലിംഗം എന്ന് പറഞ്ഞാൽ 111 അടി ഉള്ളതാണ്. ഇതിനകത്ത് 7 നിലകളിലായിട്ടാണ് ഉള്ളത്. ഇതിന് പുറത്തായിട്ട് ഇതേപോലെ ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയും ഒരു പ്രതിമയും ഗദയൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു പ്രതിമയും എല്ലാമാണ്. പിന്നെ ഈ ശിവലിംഗത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. 200 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഈ ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറി ഇതിനകമെല്ലാം കാണാം. ഇതിൽ കൈലാസം കണക്കുള്ള ആ ഒരു രീതിയിൽ പിന്നെ ശിവനും പാർവതിയും അങ്ങനെയുള്ള ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകളും എല്ലാമായിട്ടാണ് ഇതിനകത്തുള്ള ആ ഒരു രീതി. പക്ഷെ ഞങ്ങൾ സമയമൊക്കെ ഒരുപാട് താമസിച്ചതുകൊണ്ട് പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറിയില്ല. പിന്നീട് ഒരു ദിവസം വരുമ്പം കയറാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഞങ്ങൾ കാരണം വന്നപ്പോഴേ 5 മണി കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തന്നെ നേരെ സന്ധ്യയാവുന്ന ഈ ഒരു വീഡിയോയിൽ കാണുമ്പം തന്നെ അറിയാം പിന്നെ വെട്ടമൊക്കെ മങ്ങി സന്ധ്യാസമയം ആയായിരുന്നു. അമ്പലത്തിലാണെങ്കിൽ പൂജയും തുടങ്ങുന്ന ആ ഒരു സന്ധ്യാസമയം ആയായിരുന്നു. അന്നേരം പിന്നെ ഞങ്ങൾ അതുകൊണ്ട് ഇതിനകത്തോട്ട് കയറാനുള്ള ആ ഒരു ടിക്കറ്റ് കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നീട് ഒരു ദിവസം വരുമ്പോൾ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിലാണെങ്കിൽ കാണാനായിട്ട് ഒരുപാട് നല്ല വിശാലമായ ഒരുപാട് സ്ഥലവും ഒക്കെ ആയിട്ട് നല്ലൊരു ഇതാണ് നമുക്ക് ഇത് ശിവൻ്റെ ആ ഒരു ചൈതന്യവും എല്ലാമായിട്ട് കാണുന്നതിന് വളരെ നല്ലൊരു ഇതാണ് നമുക്ക്. പിന്നെ നമ്മൾ ഇവിടെ തന്നെ വേറെ കുറച്ച് അമ്പലങ്ങളും ഈ ശിവൻ്റെ തന്നെ ആ പ്രതിമയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള ആ ഒരു ചെണ്ടയുടെ ആ ഒരു ശിവൻ്റെ ആ ഒരു ഇതൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ ഈ ശിവലിംഗത്തിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഇതുവഴി നടന്ന് ചെല്ലുമ്പോൾ തന്നെ വേറെ ഗണപതിയുടെ അമ്പലം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറച്ച് അമ്പലങ്ങളൊക്കെ അങ്ങോട്ടുണ്ട്.
ഈ ശിവലിംഗത്തിൻ്റെ ഈ കാണുന്ന ഇതിലൂടെ നടന്നു വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ അവിടെയും അമ്പലങ്ങൾ കുറച്ച് പ്രതിഷ്ഠകൾ, നവഗ്രഹ പ്രതിഷ്ഠയുടെയും ഗണപതിയുടെയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് അമ്പലങ്ങൾ അവിടെയും ഉണ്ട്. ഈ പിന്നെ ഗണപതിയുടെ തന്നെ ആ ഒരു 32 ഗണപതിയുടെ ഒരു പ്രതിമകളാണ് ഉള്ളത്. അതായത് ഈ പിന്നെ ഗണപതി ഇങ്ങനെ 32 ഭാവത്തിലുള്ളത്, ബാലനായിട്ടുള്ളത്, അങ്ങനെ ഓരോരോ ഭാവഭേദങ്ങളിലുള്ള 32 തരം പ്രതിമകളാണ് ഈ ഒരു ഗണപതിയുടെ പ്രതിമ ആ കാണുന്ന ആ ഒരു ക്ഷേത്രത്തിൽ, ആ ഒരു അമ്പലത്തിൽ ഉള്ളത്. പക്ഷേ അതിൽ വീഡിയോ എടുക്കാൻ അവിടെ നിന്ന് ആ ഒരു പൂജാരി സമ്മതിച്ചില്ല. വീഡിയോ അവിടെ എടുത്തുകൂടാ എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്പലത്തിനകത്തൊക്കെ കയറി പ്രാർത്ഥിച്ച് നമ്മളിഞ്ഞ് പോരുകയാണ് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഗണപതിയുടെ ആ ഒരു അമ്പലം. ഈ കാണുന്ന ഈ ഒരു അമ്പലമാണ് അത്. പക്ഷേ അതിൽ ഒരുപാട് ഗണപതിയുടെ ഒരുപാട് പല രീതിയിൽ ഗണപതി നൃത്തം ചെയ്യുന്നത് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രതിമകൾ, 32 പ്രതിമകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്ക് ഈ ശിവലിംഗത്തിൽ ലൈറ്റ് തെളിയിച്ചപ്പോഴത്തേക്ക് കാണുന്ന ആ ഒരു രീതിയിലുള്ള ഇതാണ്. ആ ഒരു വെട്ടം വന്നപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ശിവലിംഗം കാണുന്നത്. അതും വളരെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് ഈ ഒരു ലൈറ്റ് വെട്ടത്തിൽ അതിൻ്റെ ആ ഒരു വേറൊരു രീതിയിൽ കാണുമ്പം തന്നെ അറിയാമല്ലേ, ആ ഒരു കറുപ്പ് കളർ മാറി വേറൊരു രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് നേരം രാത്രിയായിരുന്നു. രാത്രിയല്ല, നേരം സന്ധ്യയായി, ഒരു 6:30 മണി ഒക്കെ ആയ ആ ഒരു സമയമായിരുന്നു. അപ്പോഴത്തേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ആ ഒരു ഇതിലാണ്. സന്ധ്യയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വിളക്ക് തെളിയിച്ച് കഴിഞ്ഞ് ഈ ഹനുമാൻ സ്വാമിയും ഈ ശിവലിംഗവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സൈഡിലുള്ള ആ ഒരു ലൈറ്റ് വെട്ടം വന്നപ്പോൾ ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഞാൻ നേരത്തെ കാണിച്ചത് നമ്മൾ ഇതിൻ്റെ ശിവലിംഗത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പം കാണുന്ന ആ ഒരു കാഴ്ചയാണ്. ഈ ഫ്രണ്ടിലായിട്ട് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഈ ലൈറ്റ് വെട്ടവും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഹനുമാൻ സ്വാമി, നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് ഈ ഹനുമാൻ സ്വാമിയുടെ അതിലേക്കൂടെ നടന്നാണ് പുറത്തിറങ്ങുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇത്രയും നടന്നതിൻ്റെ ഒരു ക്ഷീണം തീർക്കാനായിട്ടൊന്ന് കുറച്ച് സമയം ഇരുന്ന് എല്ലാവരും ഒന്നും വരുന്നതിന് വേണ്ടി എല്ലാവരെയും കാത്തിങ്ങനെ ഇരുന്ന് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നടന്ന് ഇത് കാണിയായിരുന്നു. അങ്ങനെ എല്ലാവരെയും കാത്തിരുന്ന് ഞങ്ങളങ്ങനെ അവിടുന്ന് തിരിച്ചു പോകാൻ. കാരണം ഇനിയും നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ചെന്നിട്ട് നെയ്യാറ്റിൻകര ചെന്നിട്ട് വേണം, ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ചെങ്കൽ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര ചെന്നിട്ട് നമ്മളൊരു ഓട്ടോയിലൊക്കെ ആണെങ്കിൽ 250 രൂപയുടെ ഓട്ടോ ഉണ്ട്, 250 രൂപ കൊടുക്കുന്ന ഓട്ടോ ഉണ്ട്. അപ്പോൾ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചു പോരാനായിട്ട് വന്ന് പിന്നെ അവിടുന്ന് അരവണ പായസവും പിന്നെ ഉണ്ണിയപ്പവും ഒക്കെ വാങ്ങിച്ച് എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പും ഒക്കെ ആയി. പിന്നെ ഞങ്ങൾ വന്നിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കയറി, എന്തെങ്കിലും കഴിക്കാനായിട്ട് അങ്ങനെ കയറിയിരിക്കുകയായിരുന്നു. കാരണം അമ്പലത്തിൽ ആഴിമല ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ഒരു അമ്പലത്തിൽ വരുന്നത് കൊണ്ട് അങ്ങനെ ജ്യൂസ് അങ്ങനെ ലഘുവായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിഞ്ഞ് പോരുന്നതാണ്. അന്നേരം വിശപ്പ് കാരണമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത്. പിന്നെ അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ അമ്മ ബിരിയാണി കഴിക്കാത്തത് കൊണ്ട് അമ്മ ബിരിയാണി കഴിച്ചില്ല, ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് പറയുകയാണ് വീഡിയോ എടുത്തപ്പോഴത്തേക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടുന്ന് തിരിച്ച് പോരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും ഇതേപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്നത് വരെ ഓക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ജ്യൂസൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.